ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫെയറി വീലാണ്. ഫെയറിനൊക്കെ പോയാലൊക്കെ അവിടെ ഉണ്ടാവില്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് ഇതേമാതിരി ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കിടിലൻ ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഐസ്ക്രീം സ്റ്റിക്സ് വേണം. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഒന്നും തിന്നാത്ത നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം സ്റ്റിക്സ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നു ഗൈസ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീം തിന്നുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഒരു വടിക്ക് 2 പക്ഷിയായ മാതിരിയാവും. നമുക്ക് ഐസ്ക്രീം കഴിക്കുകയും ചെയ്യാം, ഇതേമാതിരിയുള്ള ക്രാഫ്റ്റ് വർക്ക് അതിൻ്റെ സ്റ്റിക്കിനെ കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ആ സ്റ്റിക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ അത് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേമാതിരിയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആദ്യം 2, 4 5 സ്റ്റിക്സ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് അതിൻ്റെ മോൾ ഭാഗത്ത് സൂക്ഷിക്കണം. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് അവിടെ ഗ്യാപ്പ് വെച്ച് കൊടുക്കണം. ഇതേമാതിരി ഞാൻ 2 സെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ 2 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് പ്ലാൻ എന്താ? ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഇങ്ങനെ റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ റൗണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 റൗണ്ടാണ് ഞാൻ ഇതേമാതിരി വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ റൗണ്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പിങ്ക് കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗേൾസിന് പിന്നെ പിങ്ക് ഒക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫേവറേറ്റ് കളറൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് പിങ്ക് തന്നെ എടുത്തു. എന്നിട്ട് പിങ്ക് കളർ എടുത്തിട്ട് ഞാൻ ഈ കട്ട് ചെയ്ത കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതേമാതിരി പിങ്ക് കളർ 2 സൈഡും കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ വർക്ക്സൊക്കെ ഒരുപാട് ദിവസം, ഞാൻ ഏകദേശം 3-4 ദിവസം മറ്റായി ഈ വർക്ക് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓരോ കാര്യം ചെയ്തിട്ട് എനിക്ക് കുറേ സമയം ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കുറേ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ അതാ ഇതേമാതിരി ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ മുകളിലും കൂടി ഒന്ന് മിഡൽ പാർട്ടിൽ ഒരു റൗണ്ടും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ ഞാൻ കാർഡ്ബോർഡ് ഷീറ്റൊന്നും എടുത്തിട്ടില്ല, വെറും പിങ്ക് കളർ ഷീറ്റിൽ മാത്രം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതേമാതിരി ഇനിയൊരു സെറ്റും കൂടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. യെസ്, 2 സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്കത് രണ്ടും കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സ്റ്റിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടിലുണ്ടായ സ്ട്രോ ഉണ്ടല്ലോ, അപ്പോൾ സ്ട്രോ എടുത്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേമാതിരി രണ്ടും ഞാൻ കണക്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ബേസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് സപ്പോർട്ടിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഐസ്ക്രീം സ്റ്റിക്സ് ഇങ്ങനെ എടുത്തിട്ട് ഫെവിക്കോൾ അതിൻ്റെ മിഡലിൽ ഒട്ടിച്ചിട്ട് ഞാൻ ആ ബേസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ ഇതേമാതിരി ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. പക്ഷേ ഇങ്ങനെ എല്ലായിരുന്നു ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നിട്ട് വേണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം എൻ്റെ കുറേ പൊട്ടത്തെറ്റുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് കാണുന്നതായിരിക്കും. ഇവിടെ നിന്ന് തുടങ്ങി ആദ്യത്തെ തെറ്റ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഫെവിക്കോളിൽ ഒട്ടിച്ചുകൊണ്ട് കണക്ട് ആവുന്നേ ഉണ്ടായിട്ടില്ല. ആ സ്ട്രോ ഇളകി വീണുകൊണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാൻ കാത്തു നിന്നു. പിന്നെ വിചാരിച്ചു ഇനിയും ഞാൻ കാത്തു നിന്നാൽ വീഡിയോ ഇടാൻ കുറേ ലേറ്റ് ആവും. ഇത് തന്നെ ലേറ്റായി, അപ്പോൾ ഇനിയും ലേറ്റ് ആവും. അതുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഫെവിക്വിക്കിലാണ് ഒട്ടിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വലിയ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഓഫാക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞേരം അത് ഇളകി വീകുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ വീണ്ടും ഞാൻ സ്ട്രോ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രോ എടുത്തിട്ട് ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും നമുക്ക് എല്ലാ കോർണറിലും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇനി മുന്നോട്ട് കാണും ഞാൻ എങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ കറക്റ്റ് സൈസ് നോക്കിയിട്ട് 7 സ്റ്റിക്ക്, അതായത് 7 സ്ട്രോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ കട്ട് ചെയ്ത സ്ട്രോ എടുത്തിട്ട് ഇതേമാതിരി ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ആദ്യം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടായിരുന്നു സ്റ്റിക്ക് ചെയ്തത്, പക്ഷേ അത് സ്റ്റിക്ക് ആവുന്നുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഇനിയും കാത്തിക്കാൻ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഫെവിക്വിക്ക് തന്നെ എടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. എന്നാലും നിൽക്കുന്നുണ്ടായിട്ടില്ല കൈസ്. എൻ്റെ കയ്യിൽ ഒന്നും നീ ചെയ്യേണ്ടെന്നായിരിക്കും, നീ എന്നെ അങ്ങനെ ഒട്ടിക്കണ്ടെന്നായിരിക്കും സ്ട്രോ പറയുന്നത്. പക്ഷേ എന്നാലും ഞാൻ വിട്ടില്ല. ഞാൻ ആദ്യം ഫെവിക്കോളും ഒട്ടിച്ചു, പിന്നെ ഫെവിക്വിക്കും ഒട്ടിച്ചു. അങ്ങനെ 2 ഒട്ടിച്ചിട്ടാണ് ഞാനിത് ഏകദേശം ഒരു വൈക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാ കോർണറിലും ഏകദേശം 7 കോർണറാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെ എല്ലാ കോർണറിലും ഞാൻ സ്ട്രോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഇവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഞാൻ ബേസ് ഒട്ടിച്ചു കൊടുത്തത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ആ ബേസ് സ്ട്രോ നമ്മൾ ഇതാക്കിയിട്ടില്ല, ഈ സർക്കിളിൻ്റെ ഉള്ളിലോട്ടാക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു തടസ്സം വരുന്നുണ്ടായി. നമ്മൾ 7 സ്ട്രോ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ റൗണ്ടായിട്ട് തിരിയുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ റൗണ്ടിൽ
ഞാൻ വീണ്ടും ഒരു സ്ട്രോ ഒട്ടിച്ചു കൊടുത്ത്. ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പേടിക്കേണ്ട ഗൈസ്, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, ഡോണ്ട് വറി. ഇപ്പം നിങ്ങൾ ഇത് മാത്രം കണ്ടാൽ മതി. ഇതാ ഇവിടെ അതിൻ്റെ മിഡൽ പാർട്ടിൽ ഞാൻ ഒരു ചെറിയ പീസ് സ്ട്രോ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വൈക്കായി. ഞാൻ ഫെവിക്വിക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, അതും ഒട്ടുന്നുണ്ടായിട്ടില്ല. ഫെവിക്വിക്ക് മൊത്തം എൻ്റെ കയ്യിലൊക്കെ ആയി. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഓടലായിരുന്നു അവസാനം ഉണ്ടായത്. അതാ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നേരത്തെ ഞാൻ ബേസ് എങ്ങനെയായിരുന്നു, ഒരു ഐസ്ക്രീം സ്റ്റിക്കിലായിരുന്നു ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. ഇപ്പം ഞാൻ കുറച്ച് വീതി കൂട്ടുന്നുണ്ട് ആ ബേസിൻ്റെ. അപ്പോൾ അതായത് ഇതേമാതിരി 2 ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ചിട്ട് അതിൻ്റെ വീതി ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ റൗണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് റൗണ്ടായിട്ട് തിരിയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് റൗണ്ടായിട്ട് തിരിയുന്നുണ്ടായിട്ടില്ല, ആ ബേസ് അവിടെ തടയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഫൈനലി ഞാനത് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത പരിപാടി പെയിൻ്റ് അടി, നമ്മുടെ സ്ഥിരം പരിപാടിയായ പെയിൻ്റ് അടി. പെയിൻ്റ് അടി ഞാൻ ആക്ച്വലി പിങ്ക് കളർ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ പെയിൻറ്റ് പിങ്ക് കളർ ഉണ്ടായിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, റെഡ് കളർ എടുത്തു. പിന്നെ അതിലേക്ക് കുറേ വൈറ്റ് കളർ ഒഴിച്ച് വൈറ്റ് കളർ അങ്ങ് തീർത്ത് നശിപ്പിച്ചു. പിന്നെ അത് പിങ്ക് കളറാക്കി മാറ്റി. എന്നിട്ട് ഞാൻ ആ പിങ്ക് കളർ ഉണ്ടാക്കി വെച്ച് ഇതിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. പെയിൻ്റ് അടി കഴിയുന്ന സമയം കൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാട്ടാം. വേറൊന്നുമല്ല, എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരിയുള്ള ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അതേമാതിരി വീഡിയോസ് ഇങ്ങനെ ചെയ്ത് തരാനും പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയും ചെയ്യാം, എനിക്കൊരു കണ്ടൻറ് ആവുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കല ഇനി അടുത്തത് എന്ത് ക്രാഫ്റ്റ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നത് ഇങ്ങനെ കമൻറ്റിൽ അറിയിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട് അതിലേക്ക് ഷെയർ ചെയ്ത് തന്നാൽ എനിക്കത് എൻ്റേതായ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇതൊന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യാണ്ട് പോവരുത് പ്ലീസ്, കാരണം ഞാനൊരു 5-6 ദിവസം എടുത്ത് ചെയ്ത വർക്കാണിത്. അങ്ങനെ പെയിൻ്റ് അടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം. അതിന് കുറച്ച് ഡ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതേമാതിരി ഒരു ഷീറ്റ് എടുക്കണം. പിങ്ക് കളർ ഷീറ്റ്, കളർ ഷീറ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3-4 ഷീറ്റ് ഉണ്ട് എന്ന് തോന്നുന്നു. അത് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആദ്യം സ്കെയിൽ പെൻസിലിനെ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇനിയും കുറച്ച് ലെങ്ത്ത് വേണമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് 8x20 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വിഡ്ത്ത് 8ഉം ലെങ്ത്ത് 20 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മിഡൽ ഭാഗം നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് കേട്ടോ. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിന് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് ഞാനത് പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഫോട്ടോസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിലേക്ക് ഈ ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫോട്ടോൻ്റെ സൈസ് എന്ന് വെച്ചാൽ 7x9 സെൻറ്റിമീറ്റർ ആണ്. 7 വിഡ്ത്തും 9 ലെങ്ത്തും ആണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും ഇതേമാതിരി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫേസ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതേമാതിരി നിങ്ങൾ ട്രാവലൊക്കെ ചെയ്ത ഫോട്ടോസൊക്കെ ഫോണിലുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെത് അങ്ങനെയാണ്, ഫോണിലുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് ഫുള്ളായി നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതങ്ങനെ നമ്മുടെ മെമ്മറീസായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് ഫോട്ടോ ഫ്രെയിം എടുത്തിട്ട്, ഫോട്ടോ ഫ്രെയിമിനേക്കാളും നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രെയിംസ് ചെയ്യുന്നതിനെക്കാട്ടി ഒന്ന് മാറ്റി പിടിക്കുക ഗൈസ്. ഇതേമാതിരി ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് നമുക്ക് കാണാനും ഭംഗിയുണ്ടാവും, പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് പറയുകയും ചെയ്യാം. അങ്ങനെ അതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വീലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേമാതിരിയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് പാർട്ട് ഞാൻ ആ ഫോൾഡ് ചെയ്ത പാർട്ടിലേക്ക് ഞാൻ ഫെവിക്കോൾ ഒട്ടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. വെറും ആ സൈഡ് പാർട്ടിൽ മാത്രം ഒട്ടിച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷേ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഉപ്പും മുളകും കൂടി കുറച്ച് ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഉണ്ടാക്കിയ വർക്കൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെടുത്തലൊക്കെ അല്ലേ നമ്മുടെ സ്ഥിരം പരിപാടി. പിന്നെ പോയിന്റ് ടു ബി നോട്ടഡ്, ഇവിടെ ഞാൻ എക്സ്ട്രാ സ്റ്റിക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ ചെറിയ സ്റ്റിക്ക് അത്രക്ക് മാത്രമേ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ ആ ചക്രം ഇടുകയാണ് ചെയ്തത്. പക്ഷേ അത് താഴത്ത് ഫോട്ടോസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞേരം താഴത്ത് ഒരു തടയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതേമാതിരി ഐസ്ക്രീം സ്റ്റിക്സ് ഇട്ടിട്ട് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടി കൊടുത്ത സമയത്ത് നമുക്ക് അടിയിലത്തെ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. അവിടെ ആ ഫോട്ടോസ് താഴത്ത് ഇങ്ങനെ തട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എക്സ്ട്രാ ലെങ്ത്ത് വെച്ച് കൊടുത്തത്. ഇപ്പോൾ ഫോട്ടോ കൃത്യമായിട്ട് റൗണ്ടായിട്ട് തിരിയും. അങ്ങനെ നമ്മൾ അലങ്കോല പണിയിലേക്ക് കിടന്നിരിക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇതേമാതിരി റോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പണ്ടെപ്പോൾ കൊടുത്തിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി കാണാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും കാണും ചെയ്യാം. അതിനായിട്ട് ഇതാ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ 4 ഭാഗം ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത റൗണ്ട് എങ്ങനെ കട്ട് ചെയ്യണം, ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതേമാതിരി ഈ റിങ് മാതിരി സ്പ്രിങ് മാതിരി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ എടുത്തത് ഏകദേശം 4 സ്പ്രിങ് കിട്ടും നമുക്ക്. അപ്പോൾ ആ 4 സ്പ്രിങ്ങിൽ നിന്ന് ഓരോ സ്പ്രിങ്ങും ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് ലാസ്റ്റ് വരെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റോസ് ഉണ്ടായി കിട്ടും. അങ്ങനെ റോൾ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ആ പാർട്ടിലേക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതേമാതിരി നമ്മളൊന്ന് വിടർത്തി കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് റോസ് രീതിയിൽ ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഇതേമാതിരി ഞാൻ ഒരുപാട് റോസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് എത്ര ഉണ്ട് എന്നൊന്നും അറിയില്ല, ഒരുപാട് ഉണ്ട്. കാരണം അലങ്കോലം കുറച്ച് അധികം ഉണ്ടായാലല്ലേ ഇതിൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ആ ബേസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് റോസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ അവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി അതേ കളറിലുള്ള റെഡ് കളറിലുള്ള ഷീറ്റ് തന്നെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ആ ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഷീറ്റിൻ്റെ മുകളിൽ റോസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ബേസ് താഴത്ത് കംപ്ലീറ്റ് ആയിട്ട് റോസ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാ ഇവിടെയും ഞാൻ 2 സൈഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചക്രം ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ചക്രത്തിൻ്റെ സ്ട്രോ എക്സ്ട്രാ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഒരു വൃത്തികേടായി കാണുന്നുണ്ടായിരുന്നു. സോ അവിടേക്കും ഞാൻ ഇതേമാതിരി റോസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വികുന്നൊന്നും കാര്യമാക്കണ്ട, അത് സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു മനസ്സമാധാനം ഇല്ല. അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കും ഞാൻ വീണ്ടും ചെറിയ ചെറിയ കുട്ടി കുട്ടി റോസ് ഉണ്ടാക്കിയിട്ട് അവിടേക്കും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര ഒട്ടിച്ചു കൊടുത്തേരെ എനിക്കൊരു മനസ്സമാധാനമായി. ഇത് മതി, ഇനി ഇവിടെ ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലമില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് ബാ. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ മിന്നും താലിപ്പൊന്നിൽ